ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ റൊട്ടിയുടെ കൂടെ കഴിക്കാനായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലക് പനീർ ഉണ്ടാക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെയുള്ള 3 കെട്ട് പാലക്കിൻ്റെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നന്നായിട്ട് വെള്ളത്തിൽ കുറേ പ്രാവശ്യം കഴുകി വെള്ളം വാലാനായിട്ട് വെച്ചിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു ഏകദേശം ഒരു 450 ഗ്രാം കാണും. ഇനി 10-12 കാഷ്യൂ നട്ട്സ് വേണം, 3 പച്ചമുളക്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ജീരകം, പിന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തി, അതായത് ഉലുവയില ഉണക്കിപ്പൊടിച്ചത്. പിന്നെ ഞാനിവിടെ 2 വലിയ തക്കാളി മിക്സിയിലിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ് സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണിത്. പിന്നെ നമുക്ക് വേണ്ടത് 200 ഗ്രാം പനീർ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. ഇനി ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ അതിൽ നമ്മൾ എണ്ണ ഒഴിക്കുക. അധികം എണ്ണ വേണ്ട കേട്ടോ, കുറച്ച് മതി. എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടുക. പച്ചമുളക് ഇട്ടൊന്ന് ഇളക്കുക. പച്ചമുളക് ഇളക്കുമ്പോൾ സൂക്ഷിക്കണം, അത് പൊട്ടിത്തെറിക്കവേ. പിന്നെ നമ്മൾ ഇരിക്കുന്ന അണ്ടിപ്പരിപ്പിട്ട് ഒന്ന് ഇളക്കുക. കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഈ കഴുകി വെള്ളം വാലാൻ വെച്ചിരിക്കുന്ന പാലക് ലീവ്സ് ഇല്ലേ, അത് ഇതിലിട്ടിട്ട് ഇളക്കുക. ഈ പാലക്കിൻ്റെ ഇല ഇട്ടിട്ട് ഒരു 4-5 മിനിറ്റ് ഇളക്കണം കേട്ടോ. ഇത് ഇളക്കി കഴിയുമ്പോൾ ഇതങ്ങ് ഒരു നന്നായിട്ട് വഴണ്ട് വരുന്നത് പോലെ ആവും. അതുവരെ ഇളക്കണേ. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ഇതുപോലെ ആകുമ്പോൾ നമ്മളിത് സ്റ്റൗ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അത് കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും. ഇനി നമ്മൾ വേറൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ജീരകം ഇട്ട് പൊട്ടിക്കുക. ജീരകം നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അതൊരു കളർ ചേഞ്ച് ആവണം. അതുപോലെ വഴറ്റിയിട്ട് നമ്മളതിൽ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ട് ഒരു 2 മിനിറ്റോളം വഴറ്റണേ, അതിൻ്റെ പച്ചമണം മാറാനായിട്ട്. എന്നിട്ട് നമ്മൾ ഈ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റുക. കുറച്ച് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അത് വേഗം അതിൻ്റെ വെള്ളമെല്ലാം വറ്റും. ഈ തക്കാളി വഴറ്റി ഒരു സൈഡിലെല്ലാം എണ്ണ തെളിയണം. എണ്ണ തെളിയുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന കസൂരി മെത്തി ഇട്ട് ഇളക്കുക. എന്നിട്ട് നമ്മുടെ ഗരം മസാല ചേർക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ പാലക്കും കാഷ്യൂ നട്ട്സും കൂടെ അടിച്ചു വെച്ചിരിക്കുന്നത് ഈ മിക്സിലോട്ട് ചേർത്തിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് 1 കപ്പ് വെള്ളം ചേർക്കണം. ഇതിൽ 1 കപ്പ് വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ ഇത് അടിച്ച മിക്സിയില്ലേ, ആ മിക്സിയിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചിട്ട് ഇതിലോട്ട് ചേർത്താൽ മതി. ഇനി ഇത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പനീർ ഇതിൽ ചേർത്ത് ഒരു 2 മിനിറ്റ് വേവിച്ചാൽ മതി. അത് കൂടുതൽ നേരം വേവിച്ച് കഴിഞ്ഞാൽ അതൊരു റബ്ബർ പോലെയാകും പനീർ. അതുകൊണ്ട് ഇനി വേണ്ടത് കുക്കിംഗ് ക്രീമാണ്. ഇത് ഓപ്ഷണലാണ്. ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇല്ലെന്ന് പറഞ്ഞ് വിഷമിക്കുകയൊന്നും വേണ്ട. ഇതിന് ടേസ്റ്റിന് കുറവൊന്നും വരില്ല ഇതില്ലെങ്കിലും. ഇത് ഒരു ടേസ്റ്റ് എൻഹാൻസർ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. ഇത് നന്നായിട്ട് ചേർത്ത് ഇളക്കുക. കുക്കിംഗ് ക്രീം ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാലക് പനീർ റെഡി.